അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പരലോക ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം, നമ്മുടെ യാത്ര, ആ യാത്രയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപഭാരങ്ങളുമായിട്ട് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ വാർഷികമാണ് പാലോടുകാരാ. ഈ 12 വർഷക്കാലം അതല്ലെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം ചൊല്ലിയ സ്വലാത്തുകളുടെ വാർഷികമായി ഈ ഗ്രാമപ്രദേശത്തെ പള്ളിയിലെ നിങ്ങൾ ഓരോരുത്തരും ആനന്ദ തുന്തിലരായി അങ്ങ് മദീന മുനവ്വറയിലും വിശ്രമം കൊള്ളുന്ന നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്താൽ, ആ പ്രവാചകരോടുള്ള പ്രണയത്താൽ സ്വലാത്തിന് ഒരു കുറവും വരുത്തരുതേ. സ്വലാത്ത് വാർഷികമാ. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞ ഒരു വാക്കെന്താണെന്നറിയോ? നബിയെ അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ റസൂലേ? ആരെന്ത് പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും അതെല്ലാം അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞിട്ട് അങ്ങ് ധീരമായി മുന്നോട്ട് പോകുന്നല്ലോ നബിയെ. അങ്ങയെ കള്ളനെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങയെ ജോത്സ്യനെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങ് മാരണക്കാരനാണെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങ് മക്കള് മരണപ്പെട്ട് വേരറ്റ് പോയവനാണെന്ന് വിളിച്ചവരുടെ മുമ്പില് ധൈര്യമായി പിടിച്ചു നിന്ന നബിയേ, തളരാതെ തകരാതെ പിടിച്ചു നിന്ന റസൂലേ. എന്താണ് അതിന് കാരണം എന്തെന്നറിയോ? അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? എന്നിട്ട് അല്ലാഹു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖല ലഹ്റക, അങ്ങയുടെ മുതുകത്തുണ്ടായിരുന്ന ഭാരം മുഴുവനും ഞാൻ അങ്ങ് ഇറക്കി വെച്ചില്ല നബിയെ. അങ്ങയുടെ മുതുകത്തുണ്ടായിരുന്ന പാപഭാരത്തെ മുഴുവനും ഞാൻ അങ്ങ് ഇറക്കി വെച്ചില്ല നബിയെ. അള്ളാന്റെ ഹബീബിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമേതാ? അവിടുത്തെ മുതുകത്ത് നിന്ന് പാപഭാരങ്ങളെ അല്ലാഹ് ഇറക്കി വെച്ചു എന്ന എന്റെ പാലോടുകാരാ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്ന ഏറ്റവും വലിയ നിഅമത്തേതാണ്? സന്താനങ്ങളല്ല, സമ്പത്തല്ല, കോടികളല്ല, ബാങ്ക് ബാലൻസുകളല്ല. ഏതാണ് റബ്ബ് തരുന്ന ഏറ്റവും വലിയ നിഅമത്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതുപോലെ ജീവിതത്തിലെ പാപഭാരങ്ങളില്ലാതിരിക്കല. അങ്ങനെ മരണപ്പെട്ടു പോയ മഹാരഥന്മാര് ഈ നാട്ടിലുണ്ടായിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ഉണ്ടാകിട്ടില്ലേ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന ഒരു പണ്ഡിതൻ എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് കിടക്കുന്നില്ലേ? അഷ്റഫുൽ ഖൽഖിനെ സ്വപ്നം കണ്ട് മരിച്ചുപോയ മഹാനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് ഈ നാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നില്ലേ? എത്ര വലിയ മഹാരഥന്മാരാ! അവരുടെ മുതുകത്ത് ഭാരങ്ങളില്ല, അവരുടെ മുതുകത്ത് ഭാരങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ എപ്പോഴാണ് നമുക്ക് കഴിയുക? പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര വളരെ സുഗമമാണ്, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ ഭാരങ്ങൾ എന്റെ ഭാര്യ ചുമക്കൂല, എന്റെ ഭാരം എന്റെ മക്കള് ചുമക്കൂല, എന്റെ പാപങ്ങളുടെ ഭാരം എന്റെ പിതാവും മാതാവും ചുമക്കൂല. എന്റെ പാപഭാരങ്ങളെ ഞാൻ തന്നെ ചുമന്നാലേ മതി വരികയുള്ളൂ. ഒരു ദിവസം മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ മദീനയുടെ ഭരണാധികാരി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഈ രാജ്യത്ത് ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത് മഹാനായ മഹാത്മജിയാണ്. എന്താ കാര്യം എന്നറിയോ? സാധാരണ ഇലക്ഷന് വരുന്നത് പോലുള്ള ഈ വോട്ട് ചോദിക്കാൻ വരുന്നവരെ പോലെ അല്ല. ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമല്ല കേട്ടോ. മദീനയുടെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി നടക്കും. വോട്ട് പിടിക്കാനല്ല, പൈസ കൊടുക്കാനല്ല, കള്ളു കൊടുക്കാനല്ല. പിന്നെന്തിനാണ്? തന്റെ പ്രജകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കിട്ടാൻ. ഒരു വീടിന്റെ മുമ്പിലെത്തുമ്പോ വൃദ്ധയായ ഒരു മാതാവ്, ചരിത്രം നിങ്ങൾക്കറിയാം. പക്ഷെ ആ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരു വീടിന്റെ അകത്തൊരു വൃദ്ധയായ ഉമ്മ
കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത പാവപ്പെട്ട ഒരു ഉമ്മ കുടിലിൽ. ആ ഉമ്മയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആണ് കയറി ചെല്ലുന്നത്. ഉമ്മയ്ക്കറിയില്ല ഇത് ഉമറാണ് എന്ന്. ആ ഉമ്മയോട് ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ എന്താ വിശേഷം, വീട്ടിൽ റാഹത്താണോ? അപ്പോഴാണ് ഉമ്മ പറയുന്നു, കൂടെ അസ്ലം എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിഎ പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ഉണ്ട്. നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഉമ്മയോട് വിവരം ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, എന്ത് സുഖമാ മോനെ, ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ട് ഉമർ. ആ ഉമർ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ കഴിക്കാൻ എനിക്ക് ഭക്ഷണമില്ല, ഇവിടെ കുടിക്കാൻ എനിക്ക് വെള്ളമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനെ പറയുന്ന ഉമ്മയോട് ചോദിക്കും, വോട്ടാർക്കായിട്ടേ, വോട്ടാർക്കിട്ട്. പതുക്കെ നമ്മൾ ചോദിക്കും. ഇതാണല്ലോ നമുക്ക് വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചാടി എണീറ്റു. ഇത് ഉമർ അറിയുന്നുണ്ടോ? ഈ വീട് പട്ടിണിയാണെന്നും ഈ വീട് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത വീടാണെന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങളെ ചാടി എണീറ്റു. അസ്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് നേരെ വന്നത് മസ്ജിദുൻ നബവിയുടെ പിൻപുറത്തുള്ള പിൻഭാഗത്തുള്ള ഗോഡൌണിലാണ്. ഗോഡൌണിൽ കയറി വന്നിട്ട് ഈത്തപ്പഴം എടുത്തു, ബാർലി എടുത്തു, ഗോതമ്പെടുത്തു, ആവശ്യമായ സാധനങ്ങൾ പല പല സഞ്ചികളിലേക്ക് എടുത്തു വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സഞ്ചി മുഴുവൻ എടുത്ത് തോളത്ത് വെക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, അവിടെ ഇരുന്നു കൊണ്ട് ഫോണിൽ കുത്തിക്കിട്ടിടാ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചുകൂടെ എന്നല്ല പറഞ്ഞത്. ഗോഡൌണിൽ ചെന്നിട്ട് ഖജനാവിന്റെ ബൈത്തുൽ മാലിന്റെ ഖജനാവിനകത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ മുഴുവനും ഒരു കീസിലാക്കിയിട്ട് ആ സഞ്ചി എടുത്ത് തോളപ്പിടാൻ നേരത്ത് അസ്ലം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി അസ്ലം റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് ചോദിക്കുന്നു, ഉമർ തങ്ങളെ ഇത് ഞാൻ ചുമന്നോട്ടെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ചുമന്നോട്ടെ? പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, ഭരണാധികാരിയെ കൊണ്ട് എങ്ങനെയാണ് ഇത് ചുമപ്പിക്കുക? ചോദിച്ചു, ഞാൻ ചുമന്നോട്ടെ തങ്ങളെ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ സാധനങ്ങൾ മുഴുവനും അസ്ലം തങ്ങളുടെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു അസ്ലം തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസ്ലം തങ്ങളോട് ചോദിക്കുന്നു, അസ്ലമേ അന്ത തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഈ ഉമറിന്റെ പാപങ്ങളുടെ ഭാരം നിനക്ക് ചുമക്കാൻ പറ്റുമോ? നാളെ പരലോകത്ത് ഈ ഉമർ ചെയ്ത പാപങ്ങളുടെ ഭാരം നീ ചുമക്കുമോ അസ്ലമേ? ഇല്ല ഉമർ തങ്ങളെ, അത് നിങ്ങൾ ചുമന്നാലേ മതിയാവുകയുള്ളൂ, അത് നിങ്ങൾ തന്നെ ചുമക്കണമെന്ന് പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം സ്വന്തമായ തലയിൽ വെച്ചിട്ട് നേരെ വരികയാണ്. ആ വീട്ടിലേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അടുക്കളയിലേക്ക് കയറിയിട്ട് അതെല്ലാം പാചകം ചെയ്തിട്ട് പാകം ചെയ്തിട്ട് ആ ഉമ്മയ്ക്ക് അതെല്ലാം വിളമ്പി കൊടുത്തു. ഇതെല്ലാം കഴിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുമ്പോ ആ ഉമ്മ അതാ സന്തോഷത്തോടെ വയറ് നിറഞ്ഞ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഉമർ തങ്ങളെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഉമർ തങ്ങൾ അറിയുന്നില്ലല്ലോ ഇത് ഉമർ തങ്ങളാണെന്ന് ഈ ഉമ്മ അറിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞ മറുപടി, ആരോരും കടന്നു വരാത്ത ചെറ്റക്കൂരയുടെ അകത്തളങ്ങളിൽ കയറി വന്നിട്ട് ഈ പാതിരാപ്രിയനെ ഭക്ഷിപ്പിച്ച എന്റെ പൊന്നുമോനെ നീ ആരെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാ, ലഅന്ത ഖൈറും മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ എന്ന ഇവിടത്തെ ഭരണാധികാരിയേക്കാൾ നീ കൊള്ളാം മോനെ, ഇവിടത്തെ ഉമറിനേക്കാൾ നീ നല്ലവനാണടാ എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ് മസ്ജിദുൻ നബവിയില്. സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുന്നു, എല്ലാവരും നിസ്കാരത്തിന് സഫ് കെട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ സഫിന്റെ മുകളിൽ കയറിയിട്ട് മെഹ്റാബിനകത്ത് ഇമാമത്ത്
നിൽക്കുകയാ. ആ നമസ്കാര പള്ളിയുടെ ഏറ്റവും പുറകിൽ, മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പുറകിലത്തെ സഫിൽ അസ്ലം തങ്ങൾ നിൽക്കുകയാണ്. ഓതുന്ന സൂറത്തിന്റെ ആയത്തിന്റെ ഒരു ഭാഗം എത്തുകയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. പരലോകത്ത് നിർത്തപ്പെടും ഉമറേ, പരലോകത്ത് നിന്നെ പിടിച്ചു നിർത്തും ഉമറേ. ഖുർആനിന്റെ ആയത്ത് തന്നെ പറ്റിയാണോ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് ഉമർ തങ്ങളെ കരയാൻ തുടങ്ങി. ഉമർ തങ്ങളെ കരഞ്ഞ് 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 എന്റെയും നിങ്ങളുടെയും കരച്ചിലല്ല, ആ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ കരച്ചില് ഒരു മാസക്കാലം പനിച്ച് കിടക്കുന്നതിൽ എത്തിച്ചു. ഒരു മാസം ഉമർ തങ്ങൾ പനിച്ച് കിടന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ ബാണ്ടക്കെട്ട് മുഴുവനും എടുത്ത് തലയിലേക്ക് വെച്ചപ്പോ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുന്നു, ഞാൻ ചുമന്നോട്ടെ? ഉമർ തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, ഏ അസ്ലമേ, നാളെ പരലോകത്ത് നീ എന്റെ പാപങ്ങളൂടെ ചുമക്കുവോ? ഇല്ല, അത് നിങ്ങൾ ചുമന്നാലേ പറ്റുള്ളൂ. എന്നാൽ മാറി നിൽക്ക്, ഞാനിപ്പോ ഇത് ചുമന്നോളാം. നമ്മുടെ സ്നേഹനിധിയായ മക്കളാണെന്ന് പറഞ്ഞിട്ട് വാപ്പാടെ പാപം കൂടെ ഞാൻ ചുമന്നോളാന്ന് ഏത് മക്കള് പറയും? ഏത് മക്കള് പറയും? എന്റെ പൊന്നു മക്കൾ ചെയ്ത പാപങ്ങൾ വാപ്പ അല്ലേ ഞാൻ ചുമന്നോളാം എന്ന് ഏത് വാപ്പ പറയും? എന്റെ ഉസ്താദാണ്, അദ്ദേഹം ചെയ്ത പാപങ്ങളുടെ ഞാൻ ചുമന്നോളാം എന്ന് ഏതു ശിഷ്യന്മാര് പറയും? ഞാൻ പഠിപ്പിച്ച എന്റെ ശിഷ്യനാണ്, പാപമാണ്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റോളാമെന്ന് ഏത് ഗുരുനാഥൻ പറയും? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പറയോ? കമിതാക്കള് പറയോ? ആരാ പറയുക? നിങ്ങൾ പറ. അവനവന്റെ കാര്യത്തിന് നെട്ടോട്ടമോടുന്ന മഹിഷറയിൽ പ്രിയപ്പെട്ടവരെ, എന്റെ പാപങ്ങൾ ഞാൻ ചുമന്നാലേ മതിയാവുള്ളൂ. വലിയ പ്രശ്നമാണ്. നമുക്ക് ഭാരമില്ലാതെ വേണം ആഖിറത്തിലേക്ക് യാത്ര ചെയ്യാൻ. ഒരു ഭാരവുമില്ലാതെ നമ്മൾ ഇങ്ങനെ പോവാൻ. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ അങ്ങോട്ടൊക്കെ ഏതെങ്കിലും യാത്ര പോകുമ്പോ, ഇപ്പോ ഒരു ദുബായിലേക്കോ അല്ലെങ്കിൽ ഒമാനിലേക്കോ കുവൈറ്റിലേക്കോ നമ്മളൊരു ചെറിയ യാത്ര പോയി. ആ യാത്ര നമ്മൾ പോകുമ്പോ, ഇവിടെ നിന്ന് പോകുമ്പോ സിമ്പിളായിട്ട് പോവാ, ഒന്നുമില്ല, ലഗേജുകളൊന്നുമില്ല. എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ഒരൊറ്റ ഓട്ടമാണ്, ആരെ നോക്കണ്ട. ഏത് ബെൽറ്റിലാ, എത്രാമത്തെ ബെൽറ്റിലാണ് തന്റെ ലഗേജ് വരുന്നത്, താൻ സഞ്ചരിച്ച ഫ്ലൈറ്റിന്റെ ലഗേജുകൾ ഏത് ബെൽറ്റിലാ വരുന്നത്, ഏത് ഭാഗത്താണ് ലഗേജുകൾ വരുന്നത്, ഇതിനെപ്പറ്റി നോക്കി നിൽക്കണ്ട, ഇതിനെപ്പറ്റി ആലോചിക്കണ്ട, ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. ഇറങ്ങുക, പെട്ടെന്ന് തന്നെ എമിഗ്രേഷൻ ക്ലിയർ ആക്കിയിട്ട് പുറത്തേക്ക് പോവാ, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ തിരിച്ചു കയറി 2 മാസം നിന്നിട്ട് സാധനങ്ങളൊക്കെ ഒത്തിരി വാങ്ങി, ലഗേജുകളൊക്കെ എല്ലാം കൂട്ടി 2-3 പെട്ടി ഉണ്ടാക്കി, ആ പെട്ടി കൊണ്ടുവന്ന് ഏർപ്പെടണം. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കൂല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറയുകയാണ്, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ. ഓരോ ശരീരങ്ങളും അവരവർ ചെയ്തതിനെ അവരവർ തന്നെ വഹിക്കേണ്ടി വരുന്നതാണ്, അവരവർ തന്നെയാണ് അത് ചുമക്കേണ്ടത്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ചുമക്കേണ്ടി വരില്ല. വാപ്പ കള്ളുകുടിയനാണെന്ന് കരുതിയിട്ട് മക്കൾ അത് വഹിക്കേണ്ടി വരുവോ? മോൻ കഞ്ചാവിൽ അടിമപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ട് ഏതെങ്കിലും വാപ്പാക്കത് വഹിക്കേണ്ടി വരുമോ? ഇല്ല. മകള് മോശമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഉമ്മയ്ക്കത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവന് ചെയ്യുന്നതേ അവനവന് വഹിക്കേണ്ടി വരുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്വലാത്തിന്റെ വാർഷികമാണ്, 14ാമത്തെ വാർഷികം, സ്വലാത്ത് വാർഷികം. ഇതാരാ തുടങ്ങി വെച്ചത്? സുബൈർ വാക്കവി. ഇപ്പൊ നാസിമുദ്ദീൻ മന്നാനിയാണ്. അന്ന് കമ്മിറ്റിയാര് നിങ്ങളൊക്കെ അല്ലേ? പഴയ കമ്മിറ്റിയാണ്. ഈ 14ാമത്തെ സ്വലാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ തുറന്നു പറയാണ്, ഇപ്പോ ഈ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ശരീകാണ്. എന്റെ അത്ര തടിയില്ലെന്നേ ഉള്ളൂ. എന്റെ ഉസ്താദിന്റെ ശരീകാണ്. അപ്പൊ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് നിലവിൽ ഇതിന്റെ ഭാരവാഹികൾ
ഈ 14ാമത്തെ സ്വലാത്തിന്റെ വാർഷിക പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. എത്ര മനോഹരമാണ്, എത്ര ഇതിൽ അറിവ് ആർക്കൊക്കെ കിട്ടി. ഞാൻ പറയുന്നതിൽ വല്ലതും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ ആരൊക്കെ പഠിക്കുന്നു, ഇവിടെ എത്ര ഗ്ലാസ് വെള്ളം കൊടുത്തു, ആരൊക്കെ കുടിച്ചു, ഇവിടെ ഒരാൾ ഒരു ഹദിയ കൊടുത്തു, അയാൾക്ക് കിട്ടിയ പ്രതിഫലം, ഇതെല്ലാം ഈ നാസിമുദ്ദീൻ മന്നാനിക്കും കമ്മിറ്റിക്കാർക്കും ഇതിന്റെ പ്രതിഫലം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വിഹിതം നേരെ നമ്മൾ അറിയാതെ സുബൈർ ബാക്കവിക്ക് പോകും, അന്നുണ്ടായിരുന്ന കമ്മിറ്റിക്കും പോകും. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്യമുണ്ട് സൂറത്ത് യാസീനിൽ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല അള്ളാഹു നമുക്ക് വേണ്ടി എഴുതുന്നത്, മറിച്ച് വആസാറഹും നമ്മൾ തുടങ്ങി വെച്ചു കൊടുത്തത്. ഇത് എത്ര വർഷം ഇവിടെ നിൽക്കുമ്പോഴും അള്ളാഹു ഇതിന്റെ ഒരു പ്രതിഫലം ഇവർക്ക് ഒട്ടും കുറയ്ക്കാതെ ഇതിന് തുടക്കം കുറിച്ചവർക്ക് അള്ളാഹു താല കൊടുക്കും. എന്നാൽ നാട്ടില് ഒരു കോമാളിത്തരം തുടങ്ങി വെച്ചു കൊടുത്തു ഒരുത്തൻ, അല്ലെങ്കിൽ ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു സമാജം, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, ഒരു തോന്നിയാസം തുടങ്ങി വെച്ചു കൊടുത്തു. അത് ഉറൂസിന്റെ പേരിലായാലും ശരി, അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് ഏത് വിഷയം, ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് എതിരായ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ തുടങ്ങി വെച്ചു കൊടുത്താൽ പിറ്റേ വർഷവും തുടങ്ങി, 3-ാം വർഷം ഉണ്ടായി, 4-ാം വർഷം ഉണ്ടായി, 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി വെച്ചോ മരിച്ചുപോയി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പാലോട് കബറി കിടക്കുമ്പോ ഈ 18-ാമത്തെ വർഷം നടത്തുന്നതിന്റെ ഒരു മിസ്ല് സവാബ് നിന്റെ കബറിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അല്ലാഹു തആല. അപ്പൊ നീ ചിന്തിക്കും, ഞാൻ എന്ത് പിഴച്ചു? 18 കൊല്ലം മുമ്പ് ഞാനൊരു സാധനം തുടങ്ങി വെച്ചു, അന്ന് ആളുകൾ കണ്ടു കൈയടിച്ചു കഴിഞ്ഞു, ഇപ്പൊ ചെറിയ മക്കളാ അതൊക്കെ ചെയ്യുന്നത്, അതിന് കബറി കിടന്ന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ നോട്ടീസ് അടിക്കാൻ പൈസ കൊടുത്തോ? ഞാൻ മിമിക്രിക്ക് ആളെ കൊണ്ടുവന്നോ? ഞാൻ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തോ? നീ ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് കിടക്കട ഹമക്കെ, നീ അല്ലേ തുടങ്ങി വെച്ചു കൊടുത്തതെന്ന് മലക്കുകൾ ചോദിക്കും. അതാ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹു. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, നന്മയായാലും തിന്മയായാലും നമ്മൾ കാണിച്ചു കൊടുത്ത് ആരൊക്കെ ചെയ്യുന്നുവോ അതിന്റെ എല്ലാം ഒരു വിഹിതം നമുക്ക് എഴുതപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കാര്യം മാറ്റിവെച്ചാൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പാപഭാരം നമ്മൾ ചുമക്കേണ്ടി വരില്ല, മറ്റൊരാൾ ചെയ്യുന്നത് നമ്മൾ ചുമക്കേണ്ടി വരില്ല എന്ന് സിമ്പിളായി നമ്മൾ ഇതിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിനപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കുകയാ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത പാപങ്ങൾ, അതിന്റെ ഭാരം ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്നാ ചിന്തിക്കേണ്ടത്. അല്ലാതെ മറ്റൊരുത്തൻ ചെയ്യുന്നത് ഞാൻ ചുമക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് സിമ്പിളായി കാണണ്ട. ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ചുമക്കാൻ ഷെയർ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ഒരു നെഗറ്റീവ് ചിന്തയാ നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്ന പാപങ്ങളല്ല നാളെ നമുക്ക് വലിയ ഭാരമായാണ് പടച്ച തമ്പുരാൻ തരുന്നത്. ആ ഭാരങ്ങളുമാകട്ടെ നമുക്ക് ആഖിറത്തിലേക്ക് പോകാൻ വലിയ പ്രയാസമാ, വലിയ ബുദ്ധിമുട്ടാ. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടതെന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. സ്വർഗത്തിന്റെ പാത എവിടെയാണെന്നറിയോ? സ്വർഗത്തിന്റെ പാത അല്ലാഹു തആല വിശദീകരിച്ചത് മലയുടെ മുകളിലേക്ക് കയറുന്നതോടാണ്. മലയുടെ മുകളിലേക്ക് കയറി പോകുന്നതിനോടാണ് സ്വർഗത്തിന്റെ പാതയെ അല്ലാഹു ഉപമിച്ചത്. എപ്പോഴും അല്ലാഹു തആല സ്വർഗത്തിന്റെ പാതയെ ദുർഘട പാതയാക്കിയാ പരിചയപ്പെടുത്തുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് സ്വർഗത്തിന്റെ പാത. നമുക്ക് നിസ്സാരമായി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. കള്ളുകുടി എന്ന് പറഞ്ഞാൽ എത്ര രസമാണ്. കൂട്ടുകാരന്മാരെ വിളിക്കുക, പോവുക, കുപ്പി പൊട്ടിക്കുക, കുടിക്കുക, എത്ര രസം, എത്ര രസം. നിസ്കാരം ഉപേക്ഷിക്കൽ, അതുപോലെ പലിശ വാങ്ങൽ, ഇതൊക്കെ സിമ്പിളാണ്, രസമായിട്ട് നമുക്ക് തോന്നും. നരകത്തിന്റെ പാത എപ്പോഴും രസമാണ്. പച്ച പരവതാനി വിരിച്ച വഴിയാണ് നരകത്തിന്റെ പാത. പക്ഷെ നമ്മൾ ചെന്ന് വീഴുന്നത് ഭീകരവും ബീഭത്സവും കഠിനവും കഠോരവുമായ നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലേക്കുള്ള പാത എങ്ങനെയാണ്? കല്ല്, മുള്ള്, കുന്ന്, കെട്ടറ്, കുഴി, നമുക്ക് പേടി തോന്നുന്നത്, ഭീകരമായി തോന്നുന്നത്, ഭാരം തോന്നുന്നത്, ഇതൊക്കെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. രാവിലെ എഴുന്നേക്കണം, സുബഹി നിസ്കരിക്കണം സ്വർഗത്തിൽ പോണമെങ്കിൽ. നരകത്തിൽ പോണമെങ്കിലോ മൂടി പുറച്ച് കിടന്നാൽ മതി, എത്ര രസമാണ്. സ്വർഗത്തിൽ പോണമെങ്കിലോ എഴുന്നേക്കണം.
നമ്മളതല്ലേ ചെയ്യേണ്ടത്. ഹജ്ജിന് പോകണം കഴിവുള്ളവൻ, പൈസ മുടക്കണം. പ്രൈവറ്റ് ആയിട്ട് പോകണമെങ്കിൽ 7 ലക്ഷം രൂപ, ഗവൺമെന്റിന്റെ പോകണമെങ്കിൽ 4 ലക്ഷം രൂപ. ഈ നിലയിൽ ലക്ഷക്കണക്കിന് നമ്മൾ ചിന്തിക്ക് 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു 3-4 സെന്റ് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വാങ്ങിയിട്ട് ഒരു ചെറിയ വീടും വെക്കാം. എന്നിട്ട് സുഖമായിട്ട് അതിനകത്ത് കയറിയിരിക്കാം. കള്ളു കുടിക്കാം, ചീട്ട് കളിക്കാം. എത്ര രസമാണ് ഇത്. 7 ലക്ഷം രൂപ ബൾക്കായിട്ട് കൊണ്ടുവന്ന് അടച്ചിട്ട് നേരെ പോകുന്നു. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും പോകുന്നു, മക്കയിൽ വരുന്നു, മദീനയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. 7 ലക്ഷം പോയി. നമുക്ക് ഭീകരമായിട്ടാ തോന്നുന്നത്. സ്വർഗത്തിന്റെ പാത എപ്പോഴും നമുക്ക് ദുർഘടമായിട്ടാ തോന്നുക. സ്വർഗത്തിന്റെ പാത അല്ലാഹു തആല ഉപമിച്ചത് ഗിരിമാർഗമായിട്ടാണ്. പർവ്വതത്തിലേക്ക് കയറുന്നത് പോലെ, വെള്ളയാണിക്കൽ പാറയിൽ കയറുന്നത് പോലെയല്ല. വലിയ വലിയ പർവ്വതങ്ങളുടെ മുകളിലേക്ക് കയറുന്നതിന്റെ വലിയ ത്യാഗമുണ്ടല്ലോ. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ആ പാത ഓഫ് റോഡ് എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ വലിയ വലിയ പർവ്വതങ്ങളിലേക്ക് നമ്മൾ കയറുന്നത് പിടിച്ച് വീഴാൻ പോകുമ്പോൾ ഏതെങ്കിലും മരച്ചില്ലകിൽ പിടിച്ചു തൂങ്ങി കഷ്ടപ്പെട്ട് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് എത്തുന്നത് പോലെ അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് വലിയ പാടാണ്, വലിയ പ്രയാസമാണത് നേടിയെടുക്കാൻ. അതിലേക്കുള്ള പാത എപ്പോഴും ദുർഘടമാണ്. അല്ലാഹ് പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. നിനക്ക് ഞാൻ 2 നയനങ്ങൾ തന്നില്ലേ, 2 ചുണ്ട് തന്നില്ലേ, ഒരു നാവ് തന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈകാലുകളും വായും വയറും കണ്ണും നാക്കും മൂക്കും വായും വയറും ഇതെല്ലാം അല്ലാഹു നമുക്കെന്തിനാ തന്നത്? പ്രിയപ്പെട്ടവരെ, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും രസിക്കാനും രമിക്കാനും മാത്രമാണോ? അല്ലാഹു ഇതെല്ലാം തന്നിട്ട് പറയുകയാ, 2 വഴികൾ നിനക്ക് തുറന്നു തന്നു. ഹദൈനാഹു നജ്ദൈൻ. 2 വഴികൾ നിനക്ക് ഞാൻ തുറന്നു തന്നിരിക്കുകയാ. ഒന്നാമത്തെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാ. അത് വല്ലാത്ത ദുർഘടം പിടിച്ച പാതയാണ്. രണ്ടാമത്തേത് നരകത്തിലേക്കുള്ള വഴിയാ. അത് എളുപ്പമുള്ള വഴിയാണ്, രസകരമായ വഴിയാണ്. ഇത് അതുപോട്ടെ, സ്വർഗത്തിലേക്കുള്ള വഴിയെപ്പറ്റി നമുക്ക് പറയാ. അല്ലാഹ് തന്നെ പറയുകയാണ്, ഫലഖതഹമൽ അഖബ. ഇവന് കണ്ണും കാതും നാക്കും മൂക്കും വായും വയറും കയ്യും കാലും കൊടുത്തിട്ട്, ഇവന് ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കൊടുത്തിട്ട്, ഇവന് ഫലഖതഹമൽ അഖബ. ഈ പർവ്വത നിര താണ്ടിക്കടന്നില്ല, ഈ ഗിരിമാർഗ താണ്ടിക്കടന്നില്ല, ഈ ദുർഘടപാത താണ്ടിക്കടന്നില്ല. ഈ ദുർഘടപാത ഏതാണെന്നറിയോ? അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ പാത. അത് വലിയ ഭാരമാണ്. ഈ മലയുടെ മുകളിലേക്ക് കയറുന്നവന് എന്തെങ്കിലും തോളത്ത് വെച്ചുകൊണ്ട് കയറുമോ? ചിന്തിച്ചു നോക്ക്. ഒരു യാത്ര പോയി, ഹജ്ജിന്റെ യാത്ര പോയി, 11ാമത്തെ നിലയുടെ മുകളിലാണ് റൂം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ലഗേജ് 10-14 ദിവസം നിൽക്കണമല്ലോ. ആ ലഗേജ് എല്ലാം കൂടി റിസപ്ഷന്റെ മുമ്പിൽ വെച്ചു. പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറി. എന്നിട്ട് പെട്ടെന്ന് 11 എന്ന് കുത്തി നേരെ നമ്മുടെ റൂമിന്റെ മുമ്പിലെത്തി. അവിടെ ഇറങ്ങി നിന്നപ്പോൾ അവിടത്തെ ഈ പറയുന്ന അവിടത്തെ ഉദ്യോഗസ്ഥർ ഇത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. അല്ലാതെ ആരാ 11 നിലയിലും ഈ രണ്ട് ബാഗും കൂടി തോളത്തിട്ടിട്ട് ഈ 11 നിലയും ചവിട്ടിക്കയറുന്ന ആരാ ഉള്ളത്? അത്രയും വലിയ ത്യാഗം ആരും ചെയ്യൂല. കാരണം വിവരം അറിയും, 3ാമത്തെ നില എത്തുമ്പോൾ പിന്നെ അവിടെ നിലയും പറയും വന്ന് പിന്നെ ജന്നത്തുൽ ബഖീൽ അടക്കേണ്ടി വരും. ആലോചിച്ച് നോക്ക്, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇത്രയും ഭാരമുള്ള സ്ഥലത്തേക്ക്, ഇത്രയും ഉയർച്ചയുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോ ഭാരമൊന്നും ഇല്ലാതെ ആണെങ്കിൽ സ്റ്റെപ്പ് കയറാം. എത്ര സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. സ്വർഗത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നതിനോട് അള്ളാഹ് ഉപമിച്ചത് ഫലഖതഹമൽ അഖബ. എത്രയും അവയവം കൊടുത്തിട്ട്. അള്ളാഹു കയ്യും കാലിന്റെ എന്ന കാര്യം ഇവിടെ പറഞ്ഞില്ല, പക്ഷെ പ്രതീകമായിട്ട് ചുണ്ടും കണ്ണും നാക്കും അള്ളാഹ് പറഞ്ഞു. ഒരു മനുഷ്യനെ, എന്നെ നിങ്ങൾ നോക്കുന്ന എവിടെയാണ്? ആരും എന്റെ കാലിൽ നോക്കൂല. ഇപ്പൊ ഞാൻ നാസിമുദ്ദീൻ ഉസ്താദിലേക്ക് പെട്ടെന്ന് എന്റെ കണ്ണങ്ങോട്ട് പോയാൽ നാസിം ഉസ്താദിനെ ഞാൻ നോക്കുന്നത് കാലിലല്ല, കയ്യിലല്ല, വയറിലല്ല, തലയിലല്ല, കഴുത്തിലല്ല, നെഞ്ചിലല്ല. ഞാൻ അദ്ദേഹത്തെ നോക്കുന്നത്, നമ്മൾ ഒരാളെ നോക്കുന്നത് ഇത്ര ഭാഗത്താ. 2 കണ്ണ്,
രണ്ട് ചുണ്ട്. ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ മറച്ചു വെച്ച് മാസ്ക് വെച്ചാൽ നമ്മൾ ചോദിക്കും, ആരാ ഒന്ന് മാസ്ക് കഴിക്കൂ, ഒന്ന് കണ്ടോട്ടെ. അവന്റെ മുതുക് കണ്ടിട്ട് മനസ്സിലായില്ല, അവന്റെ കാല് കണ്ടിട്ട് മനസ്സിലായില്ല, അവന്റെ കൈ കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ കണ്ണിന്റെയും ഈ ചുണ്ടിന്റെയും ഇത്രയും ഭാഗം കണ്ടാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് അള്ളാഹ് പറഞ്ഞത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഇത്രയും ഭാഗം അള്ളാഹ് തന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. നിന്റെ ശരീരത്തിന്റെ അവയവം മുഴുവനും നിനക്ക് തന്നത് എന്തിനാണ്? സ്വർഗത്തിന്റെ വഴി നിന്റെ മുമ്പിലുണ്ട്, നരകത്തിന്റെ വഴി മുമ്പിലുണ്ട്. നരകത്തിന്റെ വഴി സിമ്പിളാണ്, സ്വർഗത്തിന്റെ വഴി ദുർഘടമാണ്. വലിയ പാടാ നിനക്ക് യാത്ര ചെയ്യാൻ. ആ പാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ട ഭാഗത്തേക്ക് നീ പോകുമ്പോ ഭാരം ഉണ്ടാകാൻ പാടില്ല. പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോ ഭാരവും കൊണ്ടുപോയാൽ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമത്തെ ഭാരമാകുന്ന പാപഭാരത്തെ നീ ഇറക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് കയറിപ്പിക്കോ. അതിനെന്ത് വേണം? എന്താ ചെയ്യേണ്ടത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 4 കാര്യങ്ങൾ ചെയ്യും. 4 കാര്യങ്ങൾ. എന്തിനാ ഇത് പറയുന്നത്? ജീവിതത്തിന്റെ പാപഭാരങ്ങൾ കുറയ്ക്കാൻ 4 കാര്യങ്ങൾ ചെയ്തോളേ. ഒന്നാമത്തേത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലഖതഹമൽ അഖബ, അവന് ഗിരിമാർഗം താണ്ടിക്കടന്നില്ല. വമാ അദ്റാകമൽ അഖബ, ഈ ഗിരിമാർഗം ഏതാണെന്നറിയോ നബിയേ? അത് താണ്ടിക്കടക്കാനുള്ള വഴി ഏതാണെന്നറിയോ? ഒന്നാമത്തേത് അല്ലാഹ് പറയുന്നു, ഫക്കുർ റഖബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കണേ, പുറമേയാൻ ഭാഗ്യമില്ലാത്തവന് പുറമേഞ്ഞു കൊടുക്കണേ, മകളെ കെട്ടിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് അതിനുള്ള വക കൊടുക്കണേ, പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ പീഡനം മാറ്റാൻ നിനക്ക് കഴിയുന്നത് ചെയ്യണേ, തടവിൽ പിടിക്കപ്പെട്ടവനെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയുന്നൊരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടെങ്കിലും നീ കൂടെ നിൽക്കണേ. ഫക്കുറഖബ, സഹോദരങ്ങളെ, അടിമയെ മോചിപ്പിക്കുക എന്നാണ് അർത്ഥമെങ്കിൽ പോലും അടിമ സമ്പ്രദായം അഷ്റഫുൽ ഖൽഖിന്റെ നിയോഗത്തോടെ അവസാനിച്ചതാണ്. പക്ഷേ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അപ്പൊ ഇതിന് വിശാലമായ ഒരു അർത്ഥമാണ് മുഫസ്സിരീങ്ങൾ കൊടുത്തത്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ, ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു ബന്ധൂസിൽ അടയ്ക്കപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരുക്കിൽ അകപ്പെട്ടു പോയവനെ രക്ഷപ്പെടുത്തലാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാ. നമ്മുടെ ജീവിതത്തിന്റെ പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുമെന്നാണ്. ഇനി രണ്ടാമത്തേതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, ഔ യതഅമുനു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മസ്റബ, മണ്ണിൽ പണിയെടുക്കുന്ന അഗതികൾക്ക്, കുടുംബക്കാരായ പാവപ്പെട്ട അനാഥർക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അള്ളാന്റെ ഖുർആനാ. നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറയേണ്ടതുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒന്ന്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുക. 2, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. ഇനി മൂന്നാമത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? സുമ്മ കാന മിനല്ലദീന ആമനൂ, നീ വിശ്വാസികളുടെ ഒരു സമാജത്തിൽ അംഗമാവുക. ഒറ്റ തിരിഞ്ഞ് നീ മാറി നിൽക്കരുത്. നീ മോമിനാകണമെന്നല്ല ഖുർആൻ പറഞ്ഞത്, നീ വിശ്വാസിയാകണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? സുമ്മ കാന മിനല്ലദീന ആമനൂ, വിശ്വാസികളായ ഒരു സമൂഹത്തിൽ നീ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ സംഘടിച്ചു നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. ഒറ്റ തിരിഞ്ഞ് നീ നിൽക്കരുത്, ഭിന്നിച്ചു നിൽക്കരുത്, ഒത്തൊരുമയോടെ നീ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റുകൾ വരും, എന്തെങ്കിലുമൊക്കെ സംസാര വിഷയങ്ങൾ വരും. അത് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാ. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ.
നീ ക്ഷമയോടെ അവരോട് മുമ്പിൽ നിൽക്കണം. എന്നിട്ട് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം. പരസ്പരം എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ വിട്ടുകളയണം, ക്ഷമിക്കണം. എന്നിട്ട് അവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിൽ കഴിയണം. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന ജീവിതത്തിന്റെ പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുന്ന കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടെന്ന് മാറ്റിക്കൊടുക്കുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമോ? അതുപോലെ ഒരുമിച്ച് നിൽക്ക്. എന്തിനാ വിഘടിച്ച് നിൽക്കുന്നത്? ഒരുമിച്ച് നിൽക്ക്, ഒരുമിച്ച് നിൽക്കണം, ഒത്തൊരുമയോടെ നിൽക്കണം. നിൽക്കുമ്പോ മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അവ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അപ്പൊ നീ പറഞ്ഞു ക്ഷമിച്ചോ. എന്നിട്ട് കരുണ കാണിക്കും, വിട്ടുകളാ, പോട്ടെ, അവന്റെ വഴിക്ക് വിട്, എന്നിട്ട് ഒരുമിച്ച് നിൽക്ക്. ഈ കാര്യം നമ്മൾ ചെയ്താൽ മുതുകത്ത് നിന്ന് അല്ലാഹു പാപങ്ങളുടെ ഭാരത്തെ ഇറക്കി വെച്ച് അത്ഭുതകരമായി അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വിശാലമായ നമ്മുടെ പരലോക യാത്രയിൽ നമ്മളുടെ ഭാരമാകുന്ന പാപങ്ങളെ ഇറക്കി വെക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ അവസരം കണ്ടെത്തണം, ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ഖബറിന്റെ ഈ ചുറ്റുഭാഗത്തൊരു മതില് കെട്ടണം. ആ മതില് കെട്ടണം എന്നൊരാഗ്രഹം കമ്മിറ്റി പറയുമ്പോ ഒത്തൊരുമിച്ച് നമ്മൾ നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. നമുക്ക് ചെയ്യാൻ പലതും കഴിയും സഹോദരങ്ങളെ. നമ്മുടെ മഹല്ലെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഈ മഹല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോ ഈ മഹല്ലുകൾ കെട്ടിത്തിരിച്ചത് നമ്മളല്ലേ, നമ്മുടെ പൂർവികരല്ലേ. അത് വേങ്ങോട് ജമാഅത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കൂല, ഇവിടെ അടക്കൂല എന്ന് പറയുന്നത് അള്ളാഹ് ഖുർആനിൽ ഏത് സൂറത്തിലാ പറഞ്ഞത്? ഇവൻ വേങ്ങോട് ജമാഅത്തിൽ, നീ പാലോട് ജമാഅത്തിൽ വന്നു. ഇത് നമ്മൾ വെച്ചതല്ലേ. ഇത് ജമാഅത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി, സുഗമമായ നടത്തിപ്പിന് വേണ്ടി, നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കെട്ടി അടച്ച് എത്ര സന്തോഷകരമാണ്. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇട്ടാവട്ടത്തിലുള്ള ചെറിയൊരു മഹല്ലത്തിന്റെ എല്ലാ വിഷയങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ കഴിയും. അതിന് എന്താ വേണ്ടതെന്ന് ഇതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ, ഭരണസമിതിയല്ല പരിപാലന സമിതി, ഈ പരിപാലന സമിതി ഓടി നടക്കും. എന്താ നമുക്ക് വേണ്ടത്? ചുറ്റുമതിൽ കെട്ടണം. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഈ മഹല്ലത്തിന്റെ ഒന്നാമനായ ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ മതപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്? അതിന്റെ കാര്യങ്ങൾ ഉസ്താദ് പറയും, ഇന്ന കാര്യങ്ങളാ, പലിശക്കാരന്റെ പൈസ വേണ്ട, അവന്റെ പൈസ വേണ്ട, അല്ലാത്ത നല്ല കാര്യങ്ങൾ നല്ല റാഹത്തായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ദുആയൊക്കെ ചെയ്ത് റാഹത്തായിട്ട് കാര്യങ്ങൾ നടത്തും. ഇത് നമ്മുടെ മഹല്ലിൽ മാത്രമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ മഹല്ല് സംവിധാനത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമല്ലേ? ആലോചിച്ച് നോക്കിയേ. ഈ മഹല്ലിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഈ മഹല്ലൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു പെണ്ണിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ചെക്കന്റെ വിഷയത്തിൽ ഡിവോഴ്സിന്റെയോ അല്ലെങ്കിൽ ഫസഹിന്റെയോ അല്ലെങ്കിൽ ഖുൽഇന്റെയോ തൊലാഖിന്റെയോ അല്ലെങ്കിൽ പോട്ടെ നിക്കാഹിന്റെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ആ ചെക്കന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ മഹല്ലിൽ വിളിച്ചിട്ട് ഈ രണ്ട് മഹല്ലുകാർ മാത്രം സംസാരിച്ച് വിഷയങ്ങൾ പരിഹരിക്കുന്നു. വേങ്ങോട് മഹൽ അറിയുന്നില്ല, തോന്നക്കൽ മഹൽ അറിയുന്നില്ല, കല്ലൂര് മഹൽ അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ നമ്മുടെ മഹല്ല് എത്ര സന്തോഷകരമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇതിനാണ് ഒത്തൊരുമ. ഇങ്ങനെ നിന്നാൽ അള്ളാഹു നമ്മുടെ പാപഭാരത്തെ ഇറക്കി വെക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ഒരാൾ കഷ്ടപ്പെടുക നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുക. മലയാളികളായ നമ്മളെ കഴിഞ്ഞല്ലാതെ ഈ ദുനിയാവില് വേറെ ഒരു മഖ്ലൂഖുണ്ടോ? 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോ 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ 34 കോടി രൂപ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് ദിവസങ്ങൾ, വളരെ വിരളമായ ദിവസങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയെടുത്ത് ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ടവന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തക്കവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പാലോടൊരു രോഗിയുണ്ട്, അയാൾക്ക് സാമ്പത്തികമൊന്നുമില്ല, ആരെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ജില്ലയിലെ ഒരുത്തം വന്ന് ഒരു ലൈവ് ഇട്ടാൽ നിമിഷ നേരം കൊണ്ട് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിച്ചിട്ട് 2-3 ദിവസം കൊണ്ട് അവൻ ആവശ്യമായതിന്റെ ഇരട്ടി പൈസ കൊണ്ടുവന്ന് അവന്റെ ഓപ്പറേഷൻ നടക്കുന്നു, അവന്റെ വീട് വെക്കൽ നടക്കുന്നു. ഇത് നമുക്കല്ലാതെ, ഇത്രയും നന്മയുള്ള മലയാളികൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ മഹലിൽ സാധുക്കൾ ഉണ്ടെങ്കിൽ ഇവിടത്തെ പണക്കാര ജമാഅത്ത് കണ്ടെത്തണം. അതാ ഇന്നവൻ പണക്കാരനാണ്, ഇമാമിനെ കൂട്ടി പോകണം, എന്നിട്ട് പറയണം നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്,
എന്നിട്ട് കൃത്യമായി നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഇന്ന ഇന്ന പാവപ്പെട്ടവർ നമ്മുടെ മഹല്ലിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് കൊടുപ്പിക്കണം. അങ്ങനെ സക്കാത്ത് കൊടുപ്പിച്ചാൽ ഈ പാലോട് മഹല്ലത്തിൽ പിന്നെ ഒരു പാവപ്പെട്ടവൻ ഉണ്ടാവൂല. ഇതേ ചിന്ത വേങ്ങോട് ജമാഅത്ത് എടുത്താലോ അവിടെ ഉണ്ടാവൂല. അവസാന കേരളത്തില് സക്കാത്ത് വാങ്ങാൻ ഒരു കുട്ടി ഉണ്ടാവൂല. അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സംവിധാനത്തിൽ നമ്മളുടെ ഇടപെടലുകൾ, ഫക്കുറഖബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ ഒരാൾ പട്ടിണി കിടക്കുകയാണ്, ഒരു വീട്ടില് ഭക്ഷണം ഇല്ല. ആ ഭക്ഷണമില്ലാത്ത വീട്ടിൽ ചെന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നല്ല മനസ്സോടെ നമുക്ക് കഴിയണം. ഒരു കിലോ ഏത്തപ്പഴം വാങ്ങി കൊടുത്തിട്ട് സെൽഫി എടുത്ത് മുഴുവൻ ലോകം അറിയിക്കാനല്ല ഈ പറയുന്നത്. അവന്റെ വീട്ടിൽ ചെന്നിട്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് പെരുന്നാളിന് പുത്തൻ ഉടുപ്പും ധരിച്ച് പുത്തൻ അപ്പുറം തേച്ച് മക്കളുടെ കൈപിടിച്ചിട്ട് ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും വന്ന് പെരുന്നാൾ നമസ്കാരത്തിന്റെ തക്ബീർ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ നിയമം എന്താണ്? നീ എന്റെ പള്ളിയിൽ പുത്തൻ ഉടുപ്പിട്ട് പുത്തൻ അത്തരം തേച്ച് മക്കളുടെ കയ്യിൽ പിടിച്ച് പുതിയാപ്പിളയെ പോലെ എന്റെ പള്ളിയിൽ വന്ന് തക്ബീർ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ പാവപ്പെട്ട കുടുംബക്കാര് പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നീ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുത്തിട്ട് വാടാ എന്ന് പഠിപ്പിച്ചത് ആദരവായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ച ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അതാണ് പട്ടിണി മാറ്റാനുള്ള അവസരം. ഈ പട്ടിണി മാറ്റലും കൂട്ടം കൂടിയിട്ട് വിട്ടുപുറത്ത് ക്ഷമിച്ച് ഒരുമിച്ച് നിൽക്കലും കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റുന്നതിന്റെയും പിന്നിൽ ഒരു കാര്യമുണ്ടാകണം. ഏത് കാര്യം? ഹൃദയം വിശാലമാകണം. ഹൃദയം നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ? ഹൃദയം വിശാലമായാലേ ചാപ്പാട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹൃദയം വിശാലമായാലേ ഒരുത്തരോടൊപ്പം കൂടാൻ പറ്റുള്ളൂ ഒരു മഹല്ലില്, അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കും. ഈ അടുത്തൊരു സമയത്ത് പ്രസംഗത്തിന് ഞാൻ പോയൊരു സ്ഥലത്ത്, ഞാൻ ഈ സ്ഥലമൊന്നും പറയില്ല, അറിയാത്തോണ്ടല്ല പറയാത്തതുകൊണ്ടാ. അപ്പൊ എനിക്കറിയാം നാട്. ഞാൻ ചോദിച്ചു അന്നത്തെ ആളെവിടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ മാറി നിൽക്കുകയാണ് എന്ന്. അദ്ദേഹം മാറി നിൽക്കുകയാണ്, അദ്ദേഹം ഇതിന് സഹകരിക്കുന്നില്ല. എന്താ കാര്യം? അത് പുതിയ കമ്മിറ്റി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കാനും വരുന്നില്ല, വാഴലിനും വരുന്നില്ല. എന്താണ് ഞാൻ മനസ്സിലാകാത്ത കാര്യമാണ്. വിശാലമായൊരു മനസ്സ് വേണം. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റണമെങ്കിൽ വിശാലമായൊരു മനസ്സ് വേണം, ഹൃദയ വിശാലത വേണം. ഹൃദയ വിശാലത ഉണ്ടെങ്കിൽ അലം നശ്റഹ് ലക സദ്റക നബിയെ, അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി വവളഅനാ അൻക വിസ്റക അല്ലദി അൻഖള ദഹറക, അത് കാരണത്താൽ അങ്ങയുടെ മുതുകത്ത് ഞാൻ ഭാരങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് താഴേക്ക് വെച്ചു. അപ്പൊ നമ്മുടെ പാപഭാരം കുറയണമെങ്കിൽ ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമാകാനുള്ള വഴികൾ: കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്ക്, ഒരു സമാജത്തിൽ അംഗമാക്, ഒരുമിച്ച് നിൽക്ക്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ആ ഭാഗം അടക്കിയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പാപഭാരം മാത്രമല്ല, ഇനി പാപങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ഈ നാട്ടുകാരെ പോലെ, വേങ്ങോടിനെ പാലോടിനെയൊക്കെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പാലോടിനെ സംബന്ധിച്ച് വലിയ പാപം ചെയ്യുന്നവരൊന്നും അല്ല. പക്ഷേ നിങ്ങൾക്കും എനിക്ക് കോടീശ്വരന്മാരും അല്ല, വലിയ സമ്പന്നന്മാരൊന്നും അല്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാരം വന്നു കയറും. ആ ഭാരം ഏതെന്നറിയോ? മോഹഭാരമാണ്. തൽക്കാലം ഞാൻ പാപം അവസാനിപ്പിച്ചേ. അതിന്റെ കാരണം, പാപഭാരം ഇറക്കി വെക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ അടച്ചു. ഇനി ഞാൻ പറയുന്നത്, മോഹഭാരങ്ങളില്ലാതെ നമുക്ക് പോകണം. ചില ആളുകൾക്ക് പാപമൊന്നും ഉണ്ടാവൂല, പക്ഷെ പൈസയും പണവും ഒന്നുമില്ല, കോടീശ്വരന്മാരൊന്നും അല്ല, പക്ഷെ വല്ലാത്ത മോഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. ഇതുണ്ടെങ്കിലും നമുക്ക് പരലോക യാത്ര വലിയ വിഘാതമാണ്. ഈ ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റണം. എന്തുകൊണ്ടെന്നാൽ, ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരുവോ, ദൈവമാണ് പരീക്ഷ നടത്തുന്നത്, പരീക്ഷാ ഹാളാണ് ഈ ദുനിയാവ്, മത്സരാർത്ഥികളാണ് ഇവിടുത്തെ മനുഷ്യര്, പക്ഷെ ചിലര് ജയിക്കുന്നു, ചിലര് തോൽക്കുന്നു, എന്താ അതിന്റെ കാരണം? അപ്പോ ആ ഗുരു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ശിഷ്യനോട് പറഞ്ഞു, ദൈവം ഓരോരുത്തർക്കും കൊടുക്കുന്ന ചോദ്യം വ്യത്യസ്തമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ചോദ്യ പേപ്പർ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദിന് കിട്ടിയ ചോദ്യ പേപ്പർ അല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് എഴുതിയ ആൻസർ ഷീറ്റ് നോക്കി ഞാൻ എഴുതി വയ്ക്കുകയാണ്. അപ്പൊ ഞാൻ തോറ്റുപോയി. കാരണം അദ്ദേഹത്തിന് ഹിന്ദി പരീക്ഷ, എനിക്ക് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു.
നമ്മളിപ്പോ 3 പേരെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചിൽ 3 പേരെ ഇരുത്തും. 5ാം ക്ലാസ്സുകാരനെ, 6ാം ക്ലാസ്സുകാരനെ, 7ാം ക്ലാസ്സുകാരനെ. 7ാം ക്ലാസ്സുകാരൻ 6ാം ക്ലാസ്സുകാരന്റെ എന്ത് നോക്കി എഴുതാന്? ഈ 6ാം ക്ലാസ്സുകാരന്റെ പേപ്പറിൽ നോക്കി 5ാം ക്ലാസ്സുകാരന് എന്തെഴുതും? ചിന്തിച്ചു നോക്കിയേ. 5ാം ക്ലാസ്സുകാരന് ഹിന്ദി പരീക്ഷ, 6ാം ക്ലാസ്സുകാരന് ഇംഗ്ലീഷ് പരീക്ഷ, 7ാം ക്ലാസ്സുകാരന് മലയാള പരീക്ഷ. അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ പരീക്ഷ നടത്തുമ്പോ 5ാം ക്ലാസ്സുകാരന്റെ ചോദ്യ പേപ്പർ എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് 6ാം ക്ലാസ്സുകാരൻ എഴുതുന്നത് നോക്കി എഴുതി വെച്ചിട്ട് ആ ഷീറ്റ്, ആൻസർ ഷീറ്റ് കൊണ്ട് കൊടുത്താൽ അവന് ജയിക്കാൻ പറ്റുമോ? അവൻ തോക്കും. ഗുരു പറഞ്ഞു കൊടുക്കാൻ ഇത് തന്നെയാണ് ഇവിടുത്തെ സംഭവം. ഈ ലോകത്ത് നടക്കുന്ന അതാണ്. എന്റെ അത്ര ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സൗഭാഗ്യം ചിലപ്പോ നാസിബുദ്ദീൻ മന്നാനിക്ക് കൊടുക്കൂല. മൂപ്പർക്ക് അള്ളാഹു താല 10 ലക്ഷം രൂപ കൊടുത്തു, എനിക്ക് 50 ലക്ഷം തന്നു. ഞാൻ 10 ലക്ഷത്തിന്റെ വണ്ടി എടുത്ത് 10 ലക്ഷത്തിന്റെ വീടും വെച്ച് ബാക്കി 30 ലക്ഷം രൂപ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത്. മൂപ്പർക്ക് അള്ളാഹു ആകെ കൊടുത്തത് 3 ലക്ഷം രൂപയാണ്. മൂപ്പരെന്ത് വേണം? 3 ലക്ഷം രൂപയുടെ വീടെടുക്കണം, ചെറിയ വീട് വെക്കണം. അദ്ദേഹം എന്നെ നോക്കിയിട്ട് എനിക്ക് ശേഷം പഠിച്ച ആളല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് പോലത്തെ എനിക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷത്തിന് പുറമെ 7 ലക്ഷം രൂപയ്ക്ക് പലിശയ്ക്ക് എടുക്കേണ്ടി വരും. പിന്നെ വണ്ടി എടുക്കാൻ വേറെ 10 ലക്ഷം പലിശയ്ക്ക്, പിന്നെ എന്നെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ 30 ലക്ഷം വേറെ പലിശയ്ക്ക് എടുക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പർ മടക്കി വെച്ചിട്ട് എന്റെ ചോദ്യ പേപ്പർ നോക്കി എഴുതിയാൽ വിജയിക്കാൻ പറ്റുമോ? ഞാൻ തിരിച്ചും പറയാം, അതുപോലെ തിരിച്ചും പറയാൻ നമുക്ക് ദൈവം തന്നൊരു ചോദ്യ പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മോഹങ്ങളൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ വലിയ മോഹങ്ങളൊന്നും വേണ്ട. അള്ളാഹുവിന് അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ച അല്ലാ, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന അല്ലാ, പടച്ച തമ്പുരാൻ എങ്ങനെയാ പ്രിയപ്പെട്ടവര് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ എഴുതിയതല്ലേ സഹോദരങ്ങളെ. എല്ലാം എഴുതിയിട്ടാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. 4ാം മാസം അവന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അവൻ എവിടെ വീട് വെക്കും, ഏത് വണ്ടി എടുക്കും, എല്ലാം എഴുതിയിട്ടാ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മോഹങ്ങളൊന്നും വേണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഇമാം ഷാഫി എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫി. നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ട വാക്കാണ്. എന്ത് വാക്കാ ഷാഫി ഇമാമ പറഞ്ഞതെന്നറിയോ? സഹോദരാ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വലിയ പാഠമാകേണ്ട വലിയ ഉപദേശമാണ്. ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്ക് ജീവിക്കുകയാണെങ്കിൽ അന്നം ഉറപ്പാണ്, ഞാനങ്ങ് മരിച്ചാലോ എനിക്ക് മണ്ണുറപ്പാണ്. ജീവിച്ചിരിക്കുമെങ്കിൽ അന്നം ഉറപ്പ്, ഞാൻ മരിച്ചു പോയാൽ എനിക്ക് മണ്ണ് ഉറപ്പാണ്. എന്റെ മനസ്സ് സ്വസ്ഥമാണ്, ജീവിതം രാജകീയമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എവിടെയാണ് മനസ്സിന് നമുക്ക് ഭാരം തോന്നുന്നത്? എപ്പോഴാണ് നമ്മുടെ ജീവിതം വലിയ കുടുസായി തോന്നുന്നത്? മോഹങ്ങളാണ്.